Hello dear teachers. Today we will learn about Google Forms and Microsoft Forms. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ലൈക്ക് നമുക്ക് സ്കൂളിൽ നിന്ന് ടെക്നിക്കൽ ടീമിൽ ആരെങ്കിലും ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കി തരുന്നുണ്ട്, ദെൻ വൈ ഷുഡ് ഐ ലേൺ ഇറ്റ്? നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്നൊരു തോന്നൽ വരുന്നുണ്ടായിരിക്കും. ബട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇഫ് യു ആർ ഇൻ സ്കൂൾ, നമ്മൾ സ്കൂളിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സർവേ എടുക്കണം. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ കുട്ടികളോട് പറയില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി തരാൻ പറയില്ലേ? അതുപോലെ ഒരു കാര്യം നമ്മൾ ഈ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾക്ക്? അപ്പം ചില സ്റ്റുഡൻസ് അവരുടെ വിഷമങ്ങൾ പറയും, ചിലർ നമ്മളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയും. നമ്മൾ അങ്ങനെ ഒരു സർവേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുമായിരുന്നു അല്ലേ? അതുപോലെ ഒരു കാര്യം ഇപ്പം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ യു ഡോണ്ട് നീഡ് എനിവൺസ് ഹെൽപ്പ്. നിങ്ങൾക്കിത് ഡയറക്റ്റ് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ ഗൂഗിൾ ഫോം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ജിമെയിൽ ID ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഫോർവേഡ് വിത്ത് ഗൂഗിൾ ഫോംസ്. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഗൂഗിൾ ഫോം എടുക്കാനായിട്ട് ഗൂഗിൾ എടുക്കണം. അതായത് നമ്മളുടെ ക്രോം എടുത്തിട്ട് ജിമെയിലിനകത്ത് സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, ജിമെയിലിനകത്ത് സൈൻ ഇൻ ചെയ്ത്, ജിമെയിലിനകത്ത് സൈൻ ഇൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ദാറ്റ്സ് ഐ എം നോട്ട് ടെല്ലിങ് യു, യു ഓൾറെഡി നോ ഹൗ ടു സൈൻ ഇൻ ടു യുവർ ജിമെയിൽ. നമ്മളുടെ ജിമെയിലിനകത്തിരിക്കുമ്പം ദർ ഇസ് എ 9 dots ഹിയർ അല്ലേ? ഈ ടോപ്പിൽ നമുക്കൊരു 9 dots കാണാം. പ്രസ് ദെയർ, ടേക്ക് ഗൂഗിൾ ഡ്രൈവ്. അപ്പം എന്താണ് ഈ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ആക്ച്വലി ഒരു സ്റ്റോറേജ് സിസ്റ്റമാണ്. ലൈക്ക് നിങ്ങളുടെ ഫയൽസ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഫയൽസ് എല്ലാം നമ്മൾക്ക് ഈ ഡ്രൈവിൽ സ്റ്റോർ ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾക്ക് നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ന്യൂ എന്ന് പറയുന്ന ഒരു ഇത് കണ്ടോ? നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ന്യൂ. ആ ന്യൂവിൽ പ്രസ് ചെയ്യുക. ന്യൂവിൽ പ്രസ് ചെയ്യുമ്പോൾ യു ക്യാൻ സി ഗൂഗിൾ ഡോക്സ്, ഷീറ്റ്, സ്ലൈഡ്സ് ആൻഡ് ഫോംസ്, ഫയൽ അപ്ലോഡ്, ഫോൾഡർ അപ്ലോഡ് ഓർ ക്രിയേറ്റ് ന്യൂ ഫോൾഡർ, ഇതെല്ലാം ഉണ്ട്. ഇതിനകത്ത് ഈ ഗൂഗിൾ ഡോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് മൈക്രോസോഫ്റ്റ് വേർഡ്സ്. ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സൽ ആണ്. ഗൂഗിൾ സ്ലൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്. സോ സപ്പോസ് ഇഫ് യുവർ office.com ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇസ് നോട്ട് വർക്കിംഗ്, നമ്മൾ അവിടെ സ്റ്റോപ്പ് ആവേണ്ട കാര്യമില്ല. യു ക്യാൻ യൂസ് എനി ഓഫ് ദീസ് തിങ്സ്. ഇത് നമ്മൾക്ക് യൂസ് ചെയ്യാം. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഗൂഗിൾ അക്കൗണ്ട് ഉള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഗൂഗിൾ ഡോക്സും ഗൂഗിൾ ഷീറ്റ്സും ഗൂഗിൾ സ്ലൈഡ്സും. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ പ്രസന്റേഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്കൊരു വേർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ഗൂഗിൾ ഫോം. അപ്പം ഇവിടെ ഗൂഗിൾ ഫോം എടുക്കുക. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇവിടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ദ ടൈറ്റിൽ. ഞാനൊരു ടീച്ചർ സർവേ ഫോം ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ ടൈറ്റിൽ കൊടുത്തു നോ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾക്ക് സ്റ്റുഡൻറ്റിൻ്റെ പേര് വേണം, നെയിം. അപ്പോൾ നെയിം എന്ന് പറയുമ്പോൾ അതൊരു ഷോർട്ട് ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഷോർട്ട് ടെക്സ്റ്റ് ആണ് അല്ലേ? അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ ഫീൽഡ് കൊടുക്കുമ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു റെക്റ്റാങ്കിൾ കണ്ടോ? പ്രസ് ദെയർ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ യു ക്യാൻ സീ സം ഓപ്ഷൻസ്. You can choose any of this. Okay, you can give short answer or paragraph, multiple choice, checkbox. ഇതിനകത്ത് എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ നെയിം എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ആണ്. സോ ഐ എം ചൂസിങ് ഷോർട്ട് ആൻസർ. അപ്പോൾ അത് കണ്ടോ, ഇവിടെ ഷോർട്ട് ആൻസർ എൻ്റർ ചെയ്യാനുള്ള ഫീൽഡ് വന്നു. ആൻഡ് അനദർ തിങ്, ഇഫ് യു വാണ്ട് അതേഴ്സ് ടു ഡു ദിസ്, അതായത് ദിസ് ഫീൽഡ് ഇസ് എ മസ്റ്റ് ഫീൽഡ്. ഇത് ചെയ്യാതെ മുമ്പോട്ട് പോകരുത്, അല്ലാതെ ഇത് ചെയ്യാതെ സബ്മിറ്റ് ചെയ്യരുത്. അങ്ങനെ ഇഫ് യു ഫീൽ ലൈക്ക് ഒരു ഫീൽഡ് നിങ്ങൾക്ക് മസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു എനേബിൾ റിക്വയർഡ്.
റിക്വയർഡ് എന്ന് പറയുന്ന ഫോം ഫീൽഡ് എനേബിൾ ആക്കുമ്പോൾ ഈ ഫീൽഡ് എൻ്റർ ചെയ്യാതെ ഈ ഫോം സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഗൂഗിൾ സമ്മതിക്കില്ല, ഗൂഗിൾ ഫോംസ് സമ്മതിക്കില്ല. ഓക്കെ, നൗ this field is over. Now I want to move to that. I want to add another field. Now press this plus. Okay, next field, class and division. Okay, I can choose class എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സപ്പോസ് യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ കോമൺ ഫോം. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ എന്ത് ചെയ്യാം, ക്ലാസ് എന്നുള്ളത് വേണമെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനകത്ത് എന്തൊക്കെ വേണം, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, class 3, class 4, class 5. അപ്പം ഞാനൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇതും റിക്വയർഡ് ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഫീൽഡ്, division. If I want, I can give us a multiple choice. Here A. See, ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, the Google itself, they are actually, this is something called machine learning. നമ്മൾ A ഇടാൻ പോകുമ്പോൾ they knows what comes next. So if you don't want to type, you can just press add all. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ഇറ്റ്. അത് നമ്മൾക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് വി ആർ നോട്ട് ഗോയിങ് ടു ലൂസ് എനിത്തിങ്. ഓക്കെ, നമ്മളുടെ ടൈം സേവ് ചെയ്യും. നമ്മൾ എന്താ പറയുക, ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്ന് എങ്ങനെ വരും എന്നൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട, ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനിയിപ്പം ഡി കഴിഞ്ഞ് എനിക്ക് ഒരു ഡിവിഷൻ കൂടെ ഉണ്ട്, ആഡ് അനദർ. സോറി, അത് ആഡ് അതർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആഡ് ചെയ്യാനായിട്ടാണ്. ഇതെനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടല്ലോ അല്ലെ, ഇതിനകത്ത് ഇവിടെ ഈ ഇൻടു മാർക്കിൽ പ്രസ് ചെയ്യുമ്പോൾ ഐ ക്യാൻ റിമൂവ് ഇറ്റ്. ഇവിടെ ഇ. ഓക്കെ, now next field. How to add the next field? Press this plus. Now do you understand follow this can be yes or no question, right? No, next one. Do you have any suggestion to improve my classes? So this is actually the student or someone should type something. So that's actually a long answer, right? So it's a paragraph. Okay, that's enough. This. So if, like, suppose you are creating this field and you don't need this, so I thought of adding one more field, then I dropped the plan. So how can I remove this one? Did you see this one? This is for deleting. Just delete it. It's gone. Now we have created the form. Like, you can review it. Check this. Now we should know how this form looks when we give this to the student. ഒരു സ്റ്റുഡൻറ്റിന് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് അറിയണ്ടേ? അതിനു വേണ്ടിയിട്ട് മുകളിൽ കണ്ടോ,
മോളിൽ ഇവിടെ ഒരു പ്രിവ്യൂ എന്ന് പറയുന്നുണ്ട്, ഒരു ഐയുടെ സിമ്പിൾ കാണാം. ദാറ്റ്സ് കോൾഡ് പ്രിവ്യൂ. പ്രിവ്യൂ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് സ്റ്റുഡൻറ് കാണുന്നത്. ഇത് കണ്ടോ, നെയിം ഇവിടെ ടൈപ്പ് ചെയ്യാം, ക്ലാസ്. ഇതൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിരുന്നു, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരുന്നത്, അത് വന്നു. ഇവിടെ നമുക്ക് ഇവിടുന്ന് എവിടെ വേണേലും ചൂസ് ചെയ്യാം. ഇതുണ്ടോ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേ കണ്ടോ, ഞാനിവിടെ മൗസ് വെച്ചിട്ട് ഞാൻ ഒന്നും ടൈപ്പ് ചെയ്യാതെ പോയത് കണ്ടോ, അതുകൊണ്ടാണ് എനിക്ക് അവിടെ എറർ മെസ്സേജ് വന്നത്. ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എങ്ങനെയാണ്, എക്സ്ക്യൂസ് മീ, അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ് ഈ ഫോം കാണുന്നതെന്ന് നമ്മൾ കണ്ടു അല്ലേ. ഇനി വൺ മോർ തിങ്, നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് ഒന്ന് മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഇമേജ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് കൊടുക്കാം, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ചേഞ്ച് ദ കളർ. ഞാൻ ഈ ഫോം ഒരു ഇച്ചിരി ഒരു എന്താ പറയുന്നത്, ഇച്ചിരി സ്റ്റൈലിഷ് ആക്കി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഫോം വേണമെങ്കിൽ ഇതുണ്ടോ, ഇത് സേവ് ചെയ്യാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തപാടെ ഈ നെയിം ഇങ്ങോട്ട് വന്നു, ടീച്ചേഴ്സ് സർവേ ഫോം ആയി. ഓക്കെ, അപ്പം ഈ ഫോം ആയി. നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നൗ ഹൗ ക്യാൻ വി സെൻഡ് ഇറ്റ് ടു എ സ്റ്റുഡൻറ്, ഓർ ഹൗ ക്യാൻ വി ഷെയർ ദിസ് ഫോം? അതിന് ഇതുകൊണ്ട് ഇവിടെ 3 dots, go to that 3 dots, get pre-filled link, press get link. Now did you see there is one more message comes? It's one more message is coming here. Then from here you have to press copy link, then only it will copy. Now you can see copy to clipboard. Then go to the desired place and copy your link, send it. Now let's see how can we take the response from the Google form. Okay, so നമ്മൾക്ക് ഇതിനകത്ത് കാണാം അല്ലേ, ഇത് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തത്. ഇവിടെ വേറൊരു ടാബ് കണ്ടോ, റെസ്പോൺസസ്. അതിനകത്ത് there is a number associated with. So this number shows how many responses we got for this form. Okay, ഇവിടെ എനിക്ക് 3 responses കിട്ടിയിട്ടുണ്ട്. So click responses, so that will lead you to another form. ഇവിടെ നമുക്ക് സമ്മറി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വൈസ് കിട്ടും, ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടും. ഇപ്പൊ സമ്മറി ആണെങ്കിൽ നോക്കിക്കേ, അപ്പം എത്ര റെസ്പോൺസ് കിട്ടി, ഇത് ഇവരൊക്കെയാണ് റെസ്പോണ്ട് ചെയ്തത് കണ്ടോ. എത്ര ഓരോ ആൻസേഴ്സും ഇവിടെ നമുക്ക് ഇത്ര ആൻസേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ, ഇത്ര ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതിനകത്ത് എത്ര പെർസെൻറ്റേജ് ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ അറിയാണ് സമ്മറിക്കകത്ത് വരുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ. അപ്പം ഒരു ക്വസ്റ്റ്യൻ നെയിമിനകത്ത് ഓരോരുത്തരും തന്ന റെസ്പോൺസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലാസ്സിനകത്ത് ഓരോരുത്തരും തന്ന റെസ്പോൺസ്, അങ്ങനെ വരും. ഇനി ഇൻഡിവിജ്വൽ എന്ന് പറയുവാണെങ്കിൽ ഓരോ ആൾക്കാരും തന്ന ഫുൾ റെസ്പോൺസ്, ഇവയുടേത് ഫുൾ റെസ്പോൺസസ് വരും. ഇനി നെക്സ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എലിസബത്ത് എബി മാം ഇത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം മാം അയച്ച റെസ്പോൺസസ്. ഓക്കെ, നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, മാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സൗണ്ട് ലൗഡർ ആക്കണമെന്ന്. ഐ എം റിയലി സോറി, ഇതിൽ കൂടുതൽ എൻ്റെ സൗണ്ട് ലൗഡ് ആവില്ല. ഓക്കെ, ദെൻ നൗ ഇപ്പൊ നമ്മൾക്ക് റെസ്പോൺസസ് കിട്ടി. നൗ ഹൗ ക്യാൻ വി ഡൗൺലോഡ് ദിസ് ഇൻ ടു ആൻ എക്സൽ ഫോം? അതിന് വേണ്ടിയിട്ട് ഇവിടെ ടോപ്പിലേക്ക് സി വസം ഗ്രീൻ കളർ ക്രോസ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റിസൾട്ട് ഗൂഗിൾ ഷീറ്റിലേക്ക്, ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സലിനകത്തേക്ക് റെസ്പോൺസസ് ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ്. ഓക്കെ, അപ്പം ഇത് ഞാൻ ഇതിനു മുമ്പ് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരും.
ഇതിനകത്ത് ന്യൂ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യട്ടെ എന്നൊരു ക്വസ്റ്റ്യൻ വരും, അതിനകത്ത് യെസ് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടോ, നമ്മൾക്ക് എല്ലാ ക്വസ്റ്റ്യനും നമുക്കിങ്ങനെ 1 by 1 ആയിട്ട് ഓരോ ആൾക്കാരുടെയും റെസ്പോൺസസ് ആയിട്ട് ഇങ്ങനെ കിട്ടും. നൗ ദിസ് ഈസ് ആക്ച്വലി ഇൻ അവർ ഗൂഗിൾ ഡ്രൈവ്. വി ഹാവ് ടു ഡൗൺലോഡ് ദിസ് ഇൻ ടു അവർ സിസ്റ്റം. How can we do it? Go to file, download. ഇവിടെ നമ്മൾക്ക് ഒന്നുകിൽ എക്സൽ ആയിട്ടോ അല്ലെങ്കിൽ PDF ആയിട്ടോ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന 2 ഫോർമാറ്റ് ആണ്, മൈക്രോസോഫ്റ്റ് എക്സൽ ഓർ PDF. ഞാനിപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുവാണ്. സോ എൻ്റെ ഡൗൺലോഡ്സിനകത്ത് സേവ് ആവുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. So let me open that. See, now this response is in my system. എൻ്റെ സിസ്റ്റത്തിൽ എൻ്റെ ഡൗൺലോഡ്സിനകത്ത് ഇതിൻ്റെ റെസ്പോൺസ് വന്നിട്ടുണ്ട്. Okay, I hope I am done with Google Form. And if you have any doubt, please feel free to call me. Thank you.